കരസേനയും വ്യോമസേനയും ചേർന്നുള്ള ഓപ്പറേഷൻ നമ്മൾ നടത്തിയിരിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അർജുൻ പീതാംബരൻ വീണ്ടും ചേരുകയാണ്. അർജുൻ, എന്തൊക്കെയാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന മറ്റ് വിവരങ്ങൾ? എത്രത്തോളം ആളുകളെ അല്ലെങ്കിൽ എത്രത്തോളം ഭീകരരെ നമുക്ക് തച്ചുടയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഏതെങ്കിലും തരത്തിൽ മറ്റെന്തെങ്കിലും കേന്ദ്രങ്ങളിലേക്ക് അറ്റാക്ക് നടത്താൻ കഴിഞ്ഞിട്ട് 9 കേന്ദ്രങ്ങൾ എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. 4 റീജിയൻസ്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ലഭ്യമാണോ? 30 ഭീകരർ കൊല്ലപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് നിലവിൽ അനൗദ്യോഗിക വിവരങ്ങൾ ലഭിക്കുന്നത്. പക്ഷേ അതിന് മുകളിലേക്കും കണക്ക് പോകുമെന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ചില ദൃശ്യങ്ങളും അതുപോലെ തന്നെ ചില റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്തായാലും അത് സ്ഥിരീകരിക്കാനായിട്ട് നമുക്ക് എന്തായാലും ആ ഒരു വാർത്താ സമ്മേളനം വരെ, ആ ഡിഫൻസ് ബ്രീഫിംഗ് വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇതിനോടകം തന്നെ അനൗദ്യോഗിക കണക്കനുസരിച്ച് 30 ഭീകരർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം പാകിസ്ഥാന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും അതുപോലെ തന്നെ ഇന്റർ സർവീസസ് ഇന്റലിജൻസ്, അതായത് പാകിസ്ഥാന്റെ ISI ചാരസംഘടനയുമായിട്ടും അമേരിക്ക ഫോണിൽ ബന്ധപ്പെട്ടിരിക്കുന്നു, സംസാരിക്കുന്നു എന്നുള്ള കാര്യമാണ്. ആന്റോണിയോ റൂബിയോ പാകിസ്ഥാന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. അദ്ദേഹം പാകിസ്ഥാന്റെ ഈ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായി അല്പസമയം മുൻപ് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. അതും ഈ ഇന്ത്യയുടെ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി ചില കാര്യങ്ങൾ, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ്. നേരത്തെ നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഈ ഓപ്പറേഷന്റെ ദൗത്യത്തിന്റെ വിശദ വിവരങ്ങൾ ആന്റോണിയോ റൂബിയോയ്ക്ക് കൈമാറിയിരുന്നു. അതിനോടൊപ്പം തന്നെ അമേരിക്കയിലെ ഇന്ത്യൻ എംബസി ഒരു പ്രസ്താവനയും പുറത്തിറക്കിയിരുന്നു. തങ്ങൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ്, ഒരു സിവിലിയനെ പോലും ഉപദ്രവിച്ചിട്ടില്ല, ലക്ഷ്യമിട്ടിട്ടില്ല. ഒരു സൈനിക കേന്ദ്രമോ ഒരു സാമ്പത്തിക കേന്ദ്രമോ ആശുപത്രിയോ ഒന്നും തന്നെ ലക്ഷ്യമിട്ടിട്ടില്ല. എല്ലാം ലക്ഷ്യമിട്ട് ആക്രമിച്ചത് ഈ ഭീകര കേന്ദ്രങ്ങളെ ആയിരുന്നു എന്നുള്ളൊരു വിശദീകരണം, ഒരു സ്റ്റേറ്റ്മെന്റ് അമേരിക്കയിലെ ഇന്ത്യൻ എംബസി ഇറക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ആന്റോണിയോ റൂബിയോയുമായി സംസാരിച്ച് ഈ വിശദ വിവരങ്ങൾ കൈമാറിയത്. അതിന് പിന്നാലെ ഇപ്പോൾ പാകിസ്ഥാന്റെ ഉപദേഷ്ടാവുമായി ആന്റോണിയോ റൂബിയോ സംസാരിച്ചിരിക്കുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ദൗത്യം മുഴുവൻ പ്രധാനമന്ത്രി നിരീക്ഷിച്ചിട്ടുണ്ട്. മുൻപുണ്ടായ ഉറി സർജിക്കൽ സ്ട്രൈക്ക് പോലെ, ബാലാക്കോട്ട് എയർ സ്ട്രൈക്ക് പോലെ ഈ ഓപ്പറേഷൻ സിന്ദൂറും പൂർണ്ണമായിട്ടും അതിൻ്റെ വിവരങ്ങൾ, അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രി PMOയിലിരുന്ന്, പ്രധാനമന്ത്രിയുടെ ഓഫീസിലിരുന്ന് കാര്യങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ ഓരോ നീക്കങ്ങൾ, നമ്മുടെ സൈന്യത്തിന്റെ ഓരോ നീക്കങ്ങൾ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഏറ്റവും വലിയ തിളച്ച് കവിയുന്ന നമ്മുടെ ഒരു വികാരമാണ്, ഒരു പ്രതികാരദാഹമാണ് മസൂദ് അസർ. അപ്പൊ മസൂദ് അസറിന്റെ കേന്ദ്രങ്ങളിലേക്ക് എത്രത്തോളം ഓരോ ഷെല്ലുകളും പതിച്ചു കഴിഞ്ഞാൽ, ഓരോ ഭീകരരെയും കൊല്ലുകഴിഞ്ഞാൽ കൊല്ലുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു അഭിമാനമാണ്. രാജ്യത്തെ സംബന്ധിച്ചോളം വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് മസൂദ് അസർ. പിന്നെ